ാണ് ദൈവം എന്ന്. നമ്മൾ അവരെ ചെറുപ്പത്തിലേ പഠിപ്പിക്കേണ്ടത് ദൈവം എന്ന് പറയുന്ന ശക്തി അമ്പലത്തിലിരിക്കുന്ന ശക്തിയല്ല, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന എപ്പോഴും നമ്മുടെ കൂടെയുള്ള ശക്തിയാണ്. ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി തരാൻ ഉള്ള കഴിവ് ആർക്കുണ്ട്? ഉള്ളിലിരിക്കുന്ന ഭഗവാനുണ്ട്. ആ ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആരിലേക്ക് കണക്ട് ചെയ്യണം? ഭഗവാനിലേക്ക് കണക്ട് ചെയ്യണം. ആ ഒരു ബോധം നമ്മൾ കുട്ടിക്കാലത്തെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഇതാണ് വേദസംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് ഹിന്ദുക്കൾക്കുണ്ടല്ലോ, വേദസംസ്കാരവും ക്ഷേത്ര സംസ്കാരവും രണ്ടും രണ്ടായി മാറിയിരിക്കുകയാണ്. ക്ഷേത്ര സംസ്കാരം പോലും വന്നിരിക്കുന്നത് വേദസംസ്കാരത്തിൽ നിന്നാണ്. ആദ്യം അമ്പലമാണോ ആദ്യം വേദമാണോ ഉണ്ടായത്? വേദമാണ് ഉണ്ടായത്. അപ്പം വേദസംസ്കാരത്തിൽ നിന്നാണ് ക്ഷേത്രങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ക്ഷേത്രങ്ങൾ വച്ചിരിക്കുന്നത് ഏത് സംസ്കാരത്തെ പഠിപ്പിക്കാനാണ്? വേദസംസ്കാരത്തെ പഠിപ്പിക്കാനാണ്. വേദങ്ങൾ തുടങ്ങുന്നതാണെങ്കിലോ, വേദങ്ങളുടെ അന്തസത്തയാണെങ്കിലോ, വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് അർത്ഥം. സംസ്കൃത വിത് എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് വേദം എന്നുള്ള ശബ്ദം വരുന്നത്. വിത് എന്നുള്ള സംസ്കൃത ധാതുവിന് അറിയുക എന്നാണ് അർത്ഥം. അപ്പം വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ആരെക്കുറിച്ചുള്ള അറിവ്? അവനവനെക്കുറിച്ചുള്ള അറിവ്. അപ്പം അവനവനെക്കുറിച്ചുള്ള അറിവ് അത് അമ്പലങ്ങളിൽ നിന്ന് നേടിയെടുക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരേണ്ടതാണ്. ഒരു പക്ഷേ അവിടെ ഇല്ലെങ്കിൽ പോട്ടെ, വിരോധമില്ല. ആര് പറഞ്ഞു കൊടുക്കണം? അച്ഛനോ അമ്മയോ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരെയാണ് അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നും എന്നൊക്കെ പറയുന്നതെന്ന് ഋഷഭദേവൻ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതൊരു വലിയൊരു നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മളെല്ലാം വഴികാട്ടികളായി മാറണം. നമ്മുടെ ജീവിതത്തെയും നമ്മൾ ഉയർത്തണം, മറ്റുള്ളവരുടെ ജീവിതത്തെയും ഉയർത്താൻ നമുക്ക് സാധിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ അതാണ് ഭഗവാൻ പറയുന്ന ശ്രേഷ്ഠകരമായ ജീവിതം. ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു വഴികാട്ടിയായ ഋഷഭദേവൻ്റെ മൂത്ത മകനായിരുന്നു ഭരതൻ. അങ്ങനെ ഋഷഭദേവൻ മകന് രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തപസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ തപസ്സാണെങ്കിലോ ഭാഗവതം പറയുന്നു, പരമഭാഗവതം ഭഗവൽ ജനപരായണം ഭരതം ധരണീ പാലനായ അഭിഷിച്യ സ്വയം ഭവനയേവോർ വരിത ശരീരമാത്തപരിഗ്രഹ ഉന്മത്തൈവ ഗഗനപരിധാന പ്രകീർണകേശ ആത്മനിയാരോപിതാഹവനിയോ ബ്രഹ്മാവർത്തൽ പ്രവ്രജ. ബ്രഹ്മാവർത്തം എന്ന് പറയുന്ന ഒരു കാട്ടിലേക്ക് അദ്ദേഹം കടന്നു എന്നാണ്. ഭരതനെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് ജഡാന്തമോഗബദിര പിശാചോന്മാദകവല്ലവദൂതവേഷോഭ്യഭിഷ്യമാനാഭിജനാനം ഗൃഹീത മൗനവ്രത തുഷ്ണിം ബഭൂവ. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മൗനവ്രതത്തിൽ ഇറങ്ങിപ്പോയി എന്നാണ്. പിന്നെ ആരോടും സംസാരിക്കാനൊന്നും പോയില്ല, മൗനവ്രതത്തിൽ. അപ്രകാരം അദ്ദേഹം തപസ് ചെയ്ത് അദ്ദേഹം ഒരു അവധൂതനെ പോലെ, വസ്ത്രവുമില്ല, ഇങ്ങനെ നടക്കും, മുടിയൊക്കെ ഇങ്ങനെ പാറി പറത്തിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരു ജീവിതം. എന്താ കിട്ടിച്ചാൽ അത് കഴിക്കുക. അവിടെ മലമൂത്രങ്ങൾ പോവും. ആ മലമൂത്രങ്ങളൊക്കെ ചിലപ്പോൾ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കും. അദ്ദേഹത്തിൻ്റെ മലമൂത്രങ്ങളിൽ നിന്ന് ദുർഗന്ധമായിരുന്നില്ല വന്നത്, സുഗന്ധമായി ആണ് വന്നിരുന്നതെന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതിനുശേഷം ആ രാജ്യം പിന്നീട് ഭരിക്കുന്നത് ഭരതനാണ്. അപ്പോൾ ഇവിടെ ആ ഋഷഭദേവൻ്റെ അവസാനത്തെ അനുഭൂതിയെക്കുറിച്ച് ഇവിടെ ഭാഗവതം പറഞ്ഞുകൊണ്ടാണ് 6-ാമത്തെ അധ്യായം ഉപസംഹരിപ്പിക്കുന്നത്. രാജൻപതിർഗുരുരലംഭവതാമ്യദൂനം ദൈവം പ്രിയ കുലപതി ക്വജകിങ്കരോവ അസ്ത്വംഗമംഗ ഭഗവാൻ ഭജതം മുകുന്ദോ മുക്തിം ദദാതി കർഹി ജൽസ്മന ഭക്തിയോഗം. മുക്തി കിട്ടാൻ പ്രയാസമില്ല, ഭക്തി കിട്ടാനാണ് പ്രയാസം എന്നാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മുക്തിം ദദാതി ന ഭക്തിയോഗം എന്ന്. ഭക്തി കിട്ടാൻ പ്രയാസമാണ്. ഏത് കിട്ടാൻ പ്രയാസമില്ല? മുക്തി കിട്ടാൻ. അതെന്താ സ്വാമി? മുക്തി കിട്ടാൻ എല്ലാ വർഷവും ആൾക്കാർ ശബരിമലയ്ക്ക് പോകുന്നുണ്ടല്ലോ. കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ ഇത്ര ഈസിയായിട്ട് എവിടെയും കിട്ടില്ല. എന്നാൽ ഭക്തി കിട്ടും, അത്ര വേഗത്തിൽ കിട്ടുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ ഭക്തിയും മുക്തിയും തമ്മിലുള്ള വ്യത്യാസം? അതായത് നിങ്ങൾ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിച്ചുകൊണ്ട്, നിങ്ങളുടെ മനസ്സിനെ മറ്റൊരു ശല്യങ്ങളോ ഇല്ലാത്ത വിധത്തിൽ നാമം ജപിച്ചുകൊണ്ടോ മറ്റുള്ള രീതിയിലോ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ച് അങ്ങനെ നിങ്ങൾക്ക് എളുപ്പം മുക്തരാവാൻ സാധിക്കും. എന്നാൽ എല്ലാവരുടെയും കൂടെ ജീവിച്ചുകൊണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരുടെ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? ആണോ? വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭക്തി അത് നമുക്ക് കൈവരിക്കണമെങ്കിൽ അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. നിത്യാനുഭൂത നിലജാം നിജലാഭ നിവൃത്ത തൃഷ്ണാം
ശ്രേയസ്യതൽ രചനയാ ചിരസുപ്തബുദ്ധേ ലോകസ്യ കരുണയാ ഭയമാത്മലോകം ആഖ്യാനമോ ഭഗവതേ ഋഷഭായ തസ്മൈ. മക്കൾക്ക് നല്ല വഴികാട്ടിയായിട്ട് അവസാനം തൻ്റെ ജീവിതത്തെ തന്നെ ഭഗവാനിലേക്ക് എത്തിച്ച മഹാനാണ് ആര്? ഋഷഭദേവൻ. ഇങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ കുട്ടികളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ക്രമേണ വീട് തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങൾ ഇതൊന്നും നമ്മുടെ കൂടെ വരുന്നതല്ലെന്നും ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ലെന്നും വെറുതെ നമ്മൾ ഒട്ടലുണ്ടാക്കരുതെന്നും എന്നൊക്കെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ ക്രമേണ കൂടുതൽ സമയം ആരിലേക്ക് കൊണ്ടുവരണം? അങ്ങനെ ഭഗവത് വിചാരത്തോടുകൂടി അന്തേ നാരായണ സ്മൃതി ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം സഫലമാവില്ലേ? ഇപ്പോൾ ഈ ഒരു പ്ലാനിങ് നമുക്ക് വേണമെന്ന് പറയാണ്. അതായത് എല്ലാറ്റിൻ്റെയും കൂടെയും പോകണം, അവരെയൊക്കെ വഴി കാണിക്കണം, അവരിൽ നിന്നും ക്രമേണ മനസ്സിനെ മോചിപ്പിക്കുകയും വേണം. നമ്മൾ മരിക്കുന്ന സമയത്ത് ശരീരം വിലയില്ലാതെയായാലും ഏതിന് വിലയുണ്ടാവണം? മനസ്സിന് വിലയുണ്ടാവണം. മനസ്സിന് വിലയുണ്ടാവണമെങ്കിൽ അതിനെ വിലയുള്ളതിലേക്ക് നമ്മൾ ഉയർത്തിയിരിക്കണം. അങ്ങനെ ഒരു അന്തസ്സുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. അങ്ങനെ ജീവിച്ചു പോയവനാണ് ഋഷഭദേവൻ എന്ന് പറയണം. അതിനുശേഷം ഋഷഭൻ്റെ മൂത്ത മകൻ ഭരതൻ രാജ്യം ഭരിക്കുന്നു. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന് അതുവരെ പേരുണ്ടായിരുന്നത് ആര്യാവർത്തം എന്നായിരുന്നു. നമ്മൾ ഈ ആര്യാവർത്തം എന്ന് പറയുമ്പം അജനാപം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ ഭാരതത്തിനെ കാണുന്ന പോലെ ആവരുത് കാണുന്നത്. ഇന്ന് ഇന്ത്യയിലുള്ള സ്ഥലങ്ങൾ, നേപ്പാള്, അതുപോലെ ഭൂട്ടാൻ, ബർമ്മ തുടങ്ങിയിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ, ചൈന, പിന്നീട് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ആ പ്രദേശങ്ങൾ എല്ലാം ഏറെക്കുറെ തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലങ്ങളോ മൊത്തം അതിനെയായിരുന്നു എന്ന് വിളിച്ചത് ആര്യാവർത്തം, അജനാപം എന്നൊക്കെ. അതുകൊണ്ട് ഇന്നും അവിടെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരം വളരെ ആഴത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. പുറമേക്കൊക്കെ അതൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആഴത്തിൽ ഇന്ത്യൻ സംസ്കാരമുണ്ട്. ഈശാവാസിമിധം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറയുന്നൊരു മന്ത്രത്തിൻ്റെ ധ്വനിയുണ്ടല്ലോ. നമ്മുടെ ഓസ്കാർ അവാർഡ് കിട്ടിയ ആൾ പറഞ്ഞില്ലേ ഓങ്കാരത്തിൻ്റെ മഹത്വം. ഓങ്കാരം, അദ്ദേഹം അതാ പറഞ്ഞത്, ഓങ്കാരം ജനിച്ച നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നുള്ളത്. ഒരു നിശബ്ദതയിൽ നിന്നും ഓങ്കാരം വരുന്നു, പിന്നീട് അതിൽ ശബ്ദമുണ്ടാവുന്നു, വീണ്ടും അത് നിശബ്ദതയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഭാരതത്തിന് പറയാനുള്ളത് രണ്ടു തരം സത്യങ്ങളെയാണ്. ഒന്ന് നിർഗുണമായിരിക്കുന്ന സത്യവും, രണ്ട് സഗുണമായിരിക്കുന്ന സത്യവും. കാണുന്നതൊക്കെ സഗുണമാണ്, സഗുണത്തിൻ്റെ പിന്നിൽ നിർഗുണമുണ്ട്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി മനസ്സുകൊണ്ട് പോലും നമുക്ക് കോൺസെപ്റ്റൈസ് ചെയ്യാൻ സാധിക്കാത്ത സൂക്ഷ്മമായിരിക്കുന്ന, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന, വാസ്തവത്തിൽ എല്ലാം നിലനിൽക്കുന്നത് ഏതിലാണോ ആ പരമമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് നിർഗുണമായിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നാണ് ശബ്ദബ്രഹ്മങ്ങളും രൂപബ്രഹ്മങ്ങളും വന്നിരിക്കുന്നതെന്ന പരമസത്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന, കണ്ടെത്തിയിരിക്കുന്ന ഒരു നാടിൻ്റെ സംസ്കാരം ഇന്നും ആ പ്രദേശങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത്ര ഗംഭീരമാണ്. ഞാനത് നിങ്ങളോട് ഇത്ര അതോറിറ്റിയായിട്ട് പറയാൻ കാരണം, ഞാനൊരു കഴിഞ്ഞ വർഷം എനിക്ക് തായ്ലൻഡിൽ പോകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറെയും ചില ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാജാവിൻ്റെ പാലസ് കാണാൻ പോയ സമയത്ത് കറാച്ചിയിൽ നിന്നൊരു മുസ്ലിം ഫാമിലി വന്നിരുന്നു. അപ്പോൾ രാം, അവിടുത്തെ കിങ്ങിൻ്റെ പേര് രാം ഫസ്റ്റ്, രാം സെക്കൻഡ് അങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ ചുറ്റും അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് രാമായണത്തിലെ കഥകളാണ്. തായ്ലൻഡിലെ രാജകൊട്ടാരത്തിലെ, പഴയ കൊട്ടാരത്തിലെ ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റുമത്. രാമായണമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മ്യൂറൽസ് എന്ന് പറയില്ലേ, പെയിൻറ്റിങ്, മ്യൂറൽസ് പെയിൻറ്റിങ്ങിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കഥകളിലൂടെ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഈ കറാച്ചിയിൽ നിന്ന് വന്ന ഫാമിലി ഉണ്ട്. അതിലൊരു 19 വയസ്സായുള്ള പെൺകുട്ടിയുണ്ട്. അവൾ അവിടെ പഠിക്കുകയാണ്, മുസ്ലിം പെൺകുട്ടി. അപ്പം അങ്ങനെ കഥ പറയുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട് അവൾ ഓരോന്ന്. അപ്പം ഞാനും പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ. അതിനിടയ്ക്ക് ജഡായുവിൻ്റെ സഹോദരൻ്റെ പേര് എനിക്ക് വന്നില്ല പെട്ടെന്ന്. ഉടനെ ആ കുട്ടി പറഞ്ഞു ഇറ്റ് ഈസ് സമ്പാദി സ്വാമി എന്ന് പറയുമ്പോൾ മുസ്ലിം പെൺകുട്ടിയാണ്, കറാച്ചിയിലാണ്, പാകിസ്ഥാനിലാണ് ജീവിക്കുന്നത്. അത് സമ്പാദിയാണെന്ന് ഇതൊക്കെ പറയട്ടെ, എനിക്കാണ് കൂടുതൽ ബോധം ഉണ്ടാവേണ്ടത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ സംസ്കാരം വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. അതിനെ എങ്ങനെയൊന്നും നശിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷെ എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അജ്ഞരായതുകൊണ്ട്, നമ്മളൊന്നും അത് മനസ്സിലാക്കാത്തത് കൊണ്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആ കഥയുടെ മാത്രം തലങ്ങളിൽ നിന്നു പോവുകയാണ്. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളാരും കടന്നു ചെല്ലുന്നില്ല. അതിൻ്റെ പിന്നിൽ ചില മാനേജ്മെൻറ്റുകളുണ്ട്. ആ മാനേജ്മെൻറ്റുകൾ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അത് തന്നെയാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് പറയാണ്. ഏതായാലും
അജനാഭം എന്ന് പറയുന്ന രാജ്യത്തിന് ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ് ഭാരതം എന്നുള്ള പേര് വന്നത്. ഇനി ഭാരതം എന്നുള്ള ശബ്ദത്തിന് അർത്ഥം അത് മനസ്സിലാക്കി വയ്ക്കണം. എങ്ങനെയാണ് ഭാരതം എന്ന് വന്നത്? ഇതിലെ ഭാരതം എന്നുള്ളതിലെ ഓരോ അക്ഷരങ്ങൾക്കും ഒരർത്ഥമുണ്ട്. ഭാ എന്ന് പറഞ്ഞാൽ ഭാതി. സംസ്കൃതത്തിൽ ഭാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ് അർത്ഥം, പ്രകാശം. അങ്ങനെയാണ് സൂര്യദേവന് ഭാസ്കരൻ, ഭാനു എന്നുള്ള പേരുകളൊക്കെ വരുന്നത്. എല്ലാം തുടങ്ങുന്നത് ഭ. നിങ്ങൾ ഭ എന്നുള്ളത് നിങ്ങളുടെ ചുണ്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ഭ എന്ന് പറയുന്ന സമയത്ത് ഭ ഒരു ശക്തിയും ഒരു പ്രകാശവും ഒക്കെ വരണം. ഭ ഒരു വികാസമൊക്കെ വരണം, വേണ്ടേ? ശക്തിയുണ്ട്, വികാസമുണ്ട്, ചൈതന്യമുണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? പ്രകൃതിയുടെ നിയമം അവിടെ അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾ രണ്ട് ശക്തികൾ കൂട്ടിമുട്ടിയാൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു അഗ്നി ഉണ്ടാവണം. ഭ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രകാശമുണ്ട്, അവിടെ ഒരു ശക്തിയുണ്ട്, അവിടെ ഒരു വികാസമുണ്ട്. ഇത് തന്നെയല്ലേ ഭഗവാനെ സർവശക്തിമാൻ, സർവവ്യാപി, സർവജ്ഞാനി എന്ന് വിളിക്കുന്നത്? ചൈതന്യത്തിൻ്റെ പ്രകാശം, ശക്തി, അതുപോലെ തന്നെ വ്യാപ്തി. ഇത് കണ്ടെത്തിയ നാടാണ് ഭാരതം. രാ എന്ന് പറഞ്ഞാൽ രതിക്കുക. രതിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തി അതിൽ ജീവിക്കുക. രഥം, രതിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ജീവിക്കുക. എന്ന് പറഞ്ഞാൽ രതി. ധ എന്ന് പറഞ്ഞാൽ അതിൽ രതിക്കുക, ജീവിക്കുക. ഭാതി സർവ ശാസ്ത്രേഷു രതി സർവേഷു ജന്തുഷു താരണം സർവേഷു ലോകേഷു തേന ഭാരതമുച്യതേ എന്നാണ്. ഭാതി സർവേഷു ശാസ്ത്രേഷു, സർവശാസ്ത്രങ്ങളിലും ഏത് ശാസ്ത്ര സത്യത്തെയാണോ പറയുന്നത് ആ സത്യത്തെ കണ്ടെത്തിയ നാടാണ് ഏത്? ഭാരതം. ഏത് സത്യമാണ് എല്ലാ ശാസ്ത്രങ്ങളിലും പറയാനുള്ളത്? എല്ലാ തത്വങ്ങളും എല്ലാ ശക്തികളും നിലനിൽക്കുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലാണ്. രതി സർവേഷു ജന്തുഷു, സർവജന്തുക്കളോടും രതി വരാൻ ഏതൊരറിവാണോ നമ്മളെ സഹായിക്കുന്നത് അത് ആത്മീയം തന്നെയാണ്. എന്നിലും നിങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഭഗവാനാണെന്ന് ഞാൻ അറിഞ്ഞാലല്ലേ, അനുഭവപ്പെട്ടാലല്ലേ, എനിക്ക് ബോധ്യമായാലല്ലേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. രതി സർവേഷു ജന്തുഷു താരണം സർവേഷു ലോകേഷു. താരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക. ഏതിനെ തരണം ചെയ്യുക? ദുഃഖങ്ങളുടെ ലോകങ്ങളെ തരണം ചെയ്യാൻ ഏതൊരറിവാണോ നമ്മളെ സഹായിക്കുന്നത് അപ്രകാരം ഉള്ള അറിവിൽ രതിച്ചുകൊണ്ട് ദുഃഖസാഗരങ്ങളെ തരണം ചെയ്യുന്ന സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരം ഉറങ്ങിക്കിടക്കുന്ന നാടാണ് ഭാരതം. എത്ര ഗംഭീരമാണ് നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തി നോക്കൂ. പക്ഷെ അതൊക്കെ നമ്മളാരും വില വെച്ചില്ല, ആരും പറഞ്ഞു തരാനും ഉണ്ടായില്ല എങ്ങനെയൊക്കെയാണെന്ന്. അതിനെയൊക്കെ കൂടി നമ്മൾ ഇന്ത്യ എന്നാക്കി, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് ഒരു അവസ്ഥയിലെത്തിച്ചു. അത് ഇന്ത്യ എന്നൊക്കെ ആയിട്ട് എങ്ങനെയത് വന്നത് നമുക്കറിയില്ല. ഹിന്ദു എന്നുള്ള പേര് വന്നതുപോലെയാണ്. ഹിന്ദു എന്നുള്ള ശബ്ദം ഒരു വേദത്തിലും ഇല്ല. അത് സിന്ധു നദി തട സംസ്കാരത്തിൽ നിന്നാണത്രേ ഉരുത്തിരിഞ്ഞിട്ട് എന്ത് വന്നത്? ഹിന്ദു. അന്ന് മുതൽ നമ്മൾ ജന്തുക്കളുമായി. നോക്കൂ നിങ്ങൾ, മുസ്ലിം എന്ന് പറയുമ്പോണ്ടല്ലോ മുഹമ്മദ് ഉണ്ടാക്കിയ സംസ്കാരത്തിൽ നിന്ന് വന്നവർ. അതുപോലെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉണ്ടാക്കിയ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്നവർ. ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ബുദ്ധമതക്കാരെന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഉണ്ടാക്കിയ സംസ്കാരത്തിൽ നിന്ന് വന്നവർ. ജൈനമതക്കാരെന്ന് പറഞ്ഞാൽ ജൈന ഉണ്ടാക്കിയ സംസ്കാരത്തിൽ നിന്ന് വന്നവർ. അപ്പം ഹിന്ദുവോ? നോക്കൂ നിങ്ങൾ, ഒരു യോജിപ്പില്ല അതിന്. ഹിന്ദു എന്ന് പറയുന്ന ഒരു ജന്തു ഉണ്ടാക്കിയ സംസ്കാരത്തിൽ നിന്നോ? അങ്ങനെ ഒരു ജന്തു ഇല്ലേ നമുക്ക്. നമ്മുടേതെന്ന് പറയുന്നത് എത്രയോ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ സത്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംസ്കാരമാണ്. അങ്ങനെയുള്ള ഭാരതം എന്നുള്ള പേരൊക്കെ വെച്ച് അദ്ദേഹം രാജ്യഭരണം തുടങ്ങി. വളരെ പ്രജകളെ പുത്രഭാവത്തിൽ അദ്ദേഹം രാജ്യം കൊണ്ട് പരിപാലിച്ചു. 7ാമത്തെ അധ്യായത്തിൽ നമ്മളതാണ് കാണുന്നത്. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ച് അദ്ദേഹം വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായി. അങ്ങനെ അദ്ദേഹം അച്ഛനെ പോലെ തന്നെ ഋഷഭനെ പോലെ തന്നെ അവിടെ നിന്ന് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു എന്നാണ്. എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത്? ഏവം കർമ്മ വിശുദ്ധ സത്വസ്യാന്തർഹൃദയാകാശ ശരീരേ ബ്രഹ്മണി വാസുദേവേ മഹാപുരുഷരൂപോപലക്ഷണേ ശ്രീവത്സ കൗസ്തുഭവനാമാലാദ്രിതര ഗദാദിപി ഉപലക്ഷിതേ നിജപുരുഷ ഹൃല്ലികേനാത്മനി
പുരുഷരൂപേണ വിരോചമാന ഉച്ചൈസ്തരാം ഭക്തി അനുദിനമേതമാനം അജായതാം. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം കൊണ്ടു നടന്നത് വളരെയധികം കർമ്മശുദ്ധിയോടുകൂടിയിട്ട് മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യുമ്പോഴും ഇത് ഭഗവാന്റെ പ്രേരണയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ നിയോഗമാണ്, ഞാനൊരു നിമിത്തമാണ്, ഭഗവാന്റെ ദാസനാണെന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുകയും എന്തു വന്നാലും ഭഗവത് പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് ഇത് ഞാൻ സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. അതുകൊണ്ട് മനസ്സിൽ യാതൊരു പ്രക്ഷുബ്ധതയുമില്ലാതെ സത്വഗുണം വെച്ച് തൻ്റെ അന്തരാത്മാവായ ഭഗവാനെ തന്നെ ആരാധിച്ചുകൊണ്ട്, ഭഗവാനെ ഒരു ശംഖചക്ര കഥാരൂപത്തിൽ ആരാധിച്ചുകൊണ്ട് അദ്ദേഹം അനുദിനം ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ പിന്നീട് പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എത്ര ആശ്രമപദാനി ഉഭയതേനാഭീവി അഭിഷിച്യ ചക്രൈക നദീനാമസരിൽ പ്രവരാ സർവത പവിത്രീകരോതി. അദ്ദേഹം തപസ് ചെയ്യാൻ നിശ്ചയിച്ചത് ചക്രനദീ തീരത്താണ്. ഇന്ന് ചക്രനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നേപ്പാളൊക്കെ ഭാരതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഭാരതം തന്നെയാണ്. ഇന്ന് നമുക്ക് ചക്രനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലുള്ള ഒരു സ്ഥലമാണ് ഈ ചക്രനദി. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേപ്പാളിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാഠ്മണ്ഡുവിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പൊക്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടുന്ന് ജംസു എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് പിന്നെയും 10-27 കിലോമീറ്റർ ഇന്നത്തെ കാലഘട്ടത്തിൽ വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ അങ്ങനെ പോയി അങ്ങനെ ഏറെക്കുറെ ഭൂട്ടാനോട് ചേർന്നിട്ടുള്ള ആ സ്ഥലങ്ങളിലാണ് കംപ്ലീറ്റ് പർവ്വതങ്ങളും ഏരിയകളും അതൊക്കെയാണ് ഹിമാലയ സാനുക്കൾ തന്നെയാണ്. അവിടെയാണ് ഈ സ്ഥലം പുലഹാശ്രമം എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ ചക്രനദി എന്ന് പറയുന്നത് ഗണ്ഡകി നദിയാണ്. ഈ ഗണ്ഡകി നദിയിലാണ് സാലഗ്രാമങ്ങൾ ഒഴുകി വരുന്നത്. സാലഗ്രാമങ്ങൾ ഉണ്ടാവുന്നത് അവിടുന്ന് കുറച്ചും കൂടി ദൂരെ പോയി കഴിഞ്ഞാൽ ദാമോദർ കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഈ സാലഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള പർവ്വതങ്ങൾ, ചെറിയ ചെറിയ പാറകൾ, അതിങ്ങനെ ഒരു ഉരുണ്ടു വീണ് കാലക്രമേണ കൊണ്ടുണ്ടാകുന്ന പ്രോസസ്സാണ്. അതിലേക്കൊരു പുഴു പ്രവേശിച്ച് ആ പുഴു അതിൽ ചക്രമുണ്ടാക്കും. അങ്ങനെ പല വിധത്തിലുള്ള ചക്രങ്ങൾ, ശിവശാലഗ്രാമങ്ങൾ, ദേവീ സാലഗ്രാമങ്ങൾ, വിഷ്ണു സാലഗ്രാമങ്ങൾ, ഇങ്ങനെയുള്ള സാലഗ്രാമങ്ങൾ കാണാം. അപ്പം അനന്തമായ പോസിറ്റീവ് ഊർജം, അതാണ് ഈ സാലഗ്രാമം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളത് വളരെ ദൈവീകമായി കാണുമെന്ന് മാത്രം. ഒരു സയൻറ്റിസ്റ്റിൻ്റെ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അനന്തമായ പോസിറ്റീവ് എനർജി ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ സാലഗ്രാമം. അതിൽ ചക്രം കാണാം. ആ ചക്രത്തെ, അതുകൊണ്ട് പണ്ടുള്ളവരുണ്ടല്ലോ വീടുകളിൽ സാലഗ്രാമം വെക്കും. എന്തിനാണ് ഈ സാലഗ്രാമം വെക്കുന്നത്? അതിൽ നിന്ന് പോസിറ്റീവ് എനർജി എമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പോസിറ്റീവ് എനർജി ഉള്ളൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾ അല്പനേരം ധ്യാനിച്ചിരുന്നാൽ വേഗം നിങ്ങളുടെ മനസ്സിനെ ഭഗവാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനർജി റിസീവ് ചെയ്യുന്നത് പിരമിഡ് സ്ട്രക്ചർ ആണെങ്കിൽ എനർജി പെട്ടെന്ന് കോസ്മിക് എനർജിയെ വലിച്ചെടുക്കാൻ പിരമിഡിന് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ സ്ട്രക്ചർ പിരമിഡ് രൂപത്തിലാക്കിയത്. പണ്ടത്തെ വീടുകളൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോഴാണ് നമ്മൾ ഫ്ലാറ്റ് രൂപത്തിൽ. ആ ഫ്ലാറ്റ് രൂപത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോണ്ടല്ലോ എനർജി ഡിസിപ്പീറ്റ് ചെയ്യും, അത് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ ശരീരം വെച്ചിരിക്കുന്ന ഒരു പിരമിഡ് രൂപത്തിലാണ്. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് താഴെ ട്രയാങ്കിൾ ഒരു പോള് വെച്ച പോലെയല്ലേ വരുന്നത്. ഇപ്പം എനർജി പെട്ടെന്ന് നമുക്ക് കോസ്മിക് എനർജി റിസീവ് ചെയ്യാൻ പറ്റും. അന്തരീക്ഷം വളരെയധികം കോസ്മിക് എനർജി ഉണ്ടെങ്കിൽ, അത് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് പൂജാമുറികളിൽ എന്ത് വെച്ചത്? സാലഗ്രാമങ്ങൾ വെച്ചത്. ഇന്ന് നമുക്ക് പേടിയാണ് പലർക്കും, ഇതൊക്കെ കൊണ്ടുവച്ച വല്ല അപകടം ഉണ്ടാക്കുമോ ദൈവം എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് അപകടം ഉണ്ടാക്കാനല്ല, അവിടെ അത്രയും പോസിറ്റീവ് എനർജി ഉണ്ടാവും. അവിടെ നിങ്ങൾ അല്പനേരം ധ്യാനനിരതനായിരുന്നാൽ മനസ്സ് വേഗം 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 എല്ലാ ചിന്തകളും വിട്ട് ഭഗവാനിലേക്ക് വരും. ഇപ്രകാരം ആ ഒരു സാലഗ്രാമങ്ങൾ ഇരിക്കുന്ന ആ ഒരു നദിയുടെ അടുത്താണ് പുലഹാശ്രമം എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ പുലഹാശ്രമത്തിൻ്റെ ഏരിയയിൽ